ഓം ശ്രീ മഹാദേവി നമ. നമസ്തേ. ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 1 മിഥുനം 17 തിങ്കളാഴ്ച മുതൽ ജൂലൈ 31 കർക്കിടകം 16 ബുധനാഴ്ച വരെയുള്ള ചിങ്ങക്കൂറുകാരുടെ ജൂലൈ മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത്. ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളായ മകം, പൂരം, ഉത്രം 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത്. ജൂലൈ മാസത്തിൽ വലിയ ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറിക്കഴിഞ്ഞു. കേതുവാകട്ടെ കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിലും ശനി കുംഭം രാശിയിൽ പൂരോരുട്ടാതി നക്ഷത്രത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു ചെറുഗ്രഹങ്ങളായിട്ടുള്ള സൂര്യൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ചൊവ്വയാകട്ടെ ജൂലൈ 8 കാർത്തിക നക്ഷത്രത്തിലും 27 രോഹിണി നക്ഷത്രത്തിലും പ്രവേശിക്കുന്നു. ജൂലൈ 1 ബുധൻ പൂയ നക്ഷത്രത്തിലും 9 ആയില്യം നക്ഷത്രത്തിലും ജൂലൈ 19 മകം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു. അതായത് 2 രാശികൾ മാറുന്നുണ്ട്. ശുക്രനാവട്ടെ ജൂലൈ 9 പൂയ നക്ഷത്രത്തിലും 20 ആയില്യത്തിലും 31 മകം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കും. ഇത്തരത്തിലുള്ള വലിയ ഗ്രഹങ്ങളുടെ രാശിമാറ്റമില്ലായ്മ ജീവിതത്തിലെ സ്ഥായിയായിട്ടുള്ള പല കാര്യങ്ങളും മാറുന്നില്ല എന്നതിനെക്കുറിച്ചും, എന്നാൽ ചെറുഗ്രഹങ്ങളുടെ ചടുലങ്ങളായ മാറ്റങ്ങൾ, അനവധി അപ്രതീക്ഷിത സംഭവങ്ങളും മാറ്റങ്ങളും ജീവിതത്തിൽ വരാൻ പോകുന്നതിനെയുമാണ് കാണിക്കുന്നത്. ഇനി ജൂലൈ മാസത്തിൽ എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടെന്ന് നോക്കാം. ജൂലൈ 2 കൂർമാവതാരമാകുന്നു. അന്ന് ഏകാദശി കൂടിയാണ്. ജൂലൈ 5 കറുത്തവാവും. ജൂലൈ 16 കർക്കിടകം 1-ാം തീയതിയാണ്. രാമായണ മാസമായിട്ട് ആചരിക്കുന്നു. അന്ന് ദക്ഷിണായന പുണ്യകാലം ആരംഭിക്കുകയാണ്. ജൂലൈ 21 പൗർണമിയും ഗുരുപൂർണിമയും ആഘോഷിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു. അതുപോലെ അരികിലുള്ള ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ. ഒരു കാര്യം കൂടി എല്ലായ്പ്പോഴത്തെയും പോലെ തന്നെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യവും നിൽപ്പും ബലാബലവും അനുസരിച്ചിട്ടാണ് ചാരഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലും ദോഷങ്ങളും ഗുണങ്ങളും ലഭിക്കുന്നതും. ഇത് മനസ്സിലാക്കി വേണം ചാരഫലങ്ങൾ ശ്രദ്ധിക്കുവാൻ. താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ച് ഈ മാസത്തിൽ ഏതെല്ലാം ദിവസം നല്ല കാര്യങ്ങൾക്ക് ഒഴിവാക്കണമെന്നും അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നടത്താമെന്നും നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇനി നമുക്ക് ഈ മാസത്തിൽ താൽക്കാലിക ഗുളികസ്ഥിതി ഫലം കൊണ്ട് ഏതെല്ലാം ദിവസങ്ങളാണ് നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതെന്നും ഏതേത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചില ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നും ഒന്ന് ചിന്തിച്ചു നോക്കാം. ചിങ്ങക്കൂറുകാർക്ക് ജൂലൈ 4, 11, 12, 19, 26 എന്നീ ദിവസങ്ങൾ ദൂരയാത്രകൾ ഒഴിവാക്കുന്നതും പനി, ജ്വരം മുതലായവ ബാധിക്കാതിരിക്കാനും അതുപോലെ തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതുകൊണ്ടും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതാണ്. അതുപോലെ ജീവിത പങ്കാളിയുമായിട്ടും തൊഴിലിടങ്ങളിലെ പങ്കാളികൾ, കസ്റ്റമേഴ്സ് മുതലായവരുമായിട്ടും ഉള്ള എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതുമാണ്. ബാക്കി ദിവസങ്ങൾ പ്രായേണ ഇത്തരം കാര്യങ്ങൾക്ക് ശോഭനമായിരിക്കും. ജൂലൈ 3, 10, 17, 18, 25 എന്നീ ദിവസങ്ങൾ ചിലപ്പോൾ ധനനഷ്ടങ്ങൾ വന്നേക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാനോ കലഹം തുടങ്ങുന്നതിനുള്ള പുറപ്പാടോ മറ്റോ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഈ ദിവസങ്ങൾ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്കും ഈ ദിവസങ്ങൾ പൊതുവെ നല്ലതായിരിക്കുകയില്ല. മടി, അലസത, മറ്റ് അസ്വസ്ഥതകൾ മുതലായവ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന തരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റുകൾ, മെയിലുകൾ, കത്തുകൾ മുതലായവ കൈമാറ്റം ചെയ്യപ്പെടുകയോ എഴുതുകയോ മറ്റും ചെയ്യുന്നവർ ഈ ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വാഹനങ്ങൾ ഓടിക്കുന്നവർ 7, 8, 15, 22, 29, 30 എന്നീ ദിനങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അതുപോലെ കുടുംബകലഹങ്ങൾ മുതലായവ ഇല്ലാതിരിക്കുവാനും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഈ ദിവസങ്ങളിൽ
തൊഴിലിടങ്ങളിലും ചില്ലറ അസ്വാരസ്യങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ വരുവാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അതുപോലെ ധനപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ, ഫിനാൻസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കാഷ്യർമാർ മുതലായവരൊക്കെ ഈ ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ ലോൺ മുതലായവയും മറ്റും കിട്ടുവാനായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ തടസ്സം നേരിടുവാൻ സാധ്യതയുണ്ട്. മറ്റു കാര്യങ്ങൾക്ക് ഈ ദിവസങ്ങൾ ശോഭനമായിരിക്കും. 14, 21, 28 എന്നീ ദിനങ്ങൾ സന്താനങ്ങൾക്ക് അത്ര സുഖകരമായിരിക്കില്ല. അതുപോലെ ഈ ദിവസങ്ങളിൽ കിട്ടാമെന്ന് വെച്ചിരുന്ന ധനം അല്ലെങ്കിൽ ലാഭം അല്ലെങ്കിൽ സാലറി, എന്തെങ്കിലും ധനപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരേണ്ടത് തടസ്സപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ മൂത്ത സഹോദരങ്ങൾക്കും ചില്ലറ അസ്വസ്ഥതകൾ എന്തെങ്കിലും വന്നേക്കാൻ സാധ്യതയുണ്ട്. പിതാവിനും ചില്ലറ അസ്വസ്ഥതകൾ വന്നേക്കാൻ സാധ്യതയുണ്ട്. ബാക്കി ദിനങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ശോഭനമായിരിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് 3, 10, 17, 18, 25 എന്നീ ദിവസങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല. ബാക്കി ദിവസങ്ങൾ പ്രായണ നന്നായിരിക്കുന്നതാണ്. 4, 11, 12, 19, 26 എന്നീ ദിവസങ്ങൾ വൈറസ് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളോ അസുഖങ്ങളോ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾ നേരിടാനായിട്ട് സാധ്യതയുണ്ട്. ദിവസവേതനക്കാർക്കും ഈ ദിവസങ്ങൾ അത്ര ശോഭനമായിരിക്കുകയില്ല. ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നവർക്കും ഈ ദിവസങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. പൊതുവിൽ ജൂലൈ മാസം ഈ പറഞ്ഞ പ്രത്യേക കാര്യങ്ങൾക്കൊഴിച്ച് പ്രത്യേക ദിനങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ജൂലൈ മാസത്തിൽ പൊതുവിൽ വ്യാഴം ചിങ്ങക്കൂറുകാർക്ക് 10ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നതുകൊണ്ട് കർമ്മസ്ഥാനത്ത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഒരു പുരോഗമനപരമായിട്ടുള്ള നീക്കം അല്ലെങ്കിൽ സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങളും മറ്റും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. തൊഴിലിടങ്ങളിൽ നിങ്ങൾക്ക് കുറച്ചു സ്ഥാനക്കയറ്റം അഥവാ പ്രമോഷൻ മുതലായവ കാത്തിരിക്കുന്നവർക്ക് പ്രമോഷൻ മറ്റും ഉണ്ടാകുന്നതാണ്. കുറച്ചു നാളായിട്ട് തന്നെ ധനം വരവ് ഇല്ലാതിരുന്ന ചില രംഗങ്ങളിൽ നിങ്ങൾക്ക് ധനം കിട്ടുവാനോ അല്ലെങ്കിൽ കച്ചവടം മുതലായവ അഭിവൃദ്ധിപ്പെടുവാനോ മറ്റും സാധ്യതയുണ്ട്. കണ്ടകശനി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വേണ്ട വിധത്തിലുള്ള ജപധ്യാനങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശനിയുടെ എല്ലാം മന്ദീഭവിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ എല്ലാം പതുക്കെ പതുക്കെ ആക്കുന്ന, മന്ദൻ എന്നാൽ തന്നെ മന്ദീഭവിക്കുക, പതുക്കെ ആക്കുക എന്നൊരു ശീലമാണ് ശനിയുടേത്. അതുകൊണ്ട് തന്നെയാണ് ആ പേര് വന്നിരിക്കുന്നതും. ശനി വളരെ പതുക്കെ സഞ്ചരിക്കുക കൂടി ചെയ്യുന്നതുകൊണ്ടും കൂടിയാണ്. ഇത്തരത്തിലുള്ള ശനിയുടെ സ്വഭാവം നിങ്ങളെ വല്ലാതെ ബാധിക്കാനും ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള മടി, അലസത മുതലായവ മാറ്റിവെക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾക്ക് വരുന്ന തടസ്സങ്ങളും മാറി വരുന്നതുമാണ് വേണ്ട വിധത്തിലുള്ള ക്ഷേത്ര ദർശനങ്ങളും ജപധ്യാനങ്ങളും മറ്റും ചെയ്യുകയാണെങ്കിൽ. എന്നിരുന്നാലും വ്യാഴം 10ലേക്ക് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നതുമാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി, വിദ്യാഭ്യാസം മുതലായവയ്ക്ക് പോകാനിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് രാഹു അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് ലഭ്യമാകുന്നത്. എന്നിരുന്നാലും 2ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു നിങ്ങൾക്ക് പലപ്പോഴും പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ, വാക്കുതർക്കങ്ങളിലേക്ക് നയിക്കുക, കുടുംബകലഹങ്ങൾ ഉണ്ടാക്കുക മുതലായ കാര്യങ്ങൾ ചെയ്യാനിടയുണ്ട്. ദൈവാധീനത്താൽ അതൊന്നും സാരമുള്ളതാകയില്ല എന്നു മാത്രം. ഗവൺമെന്റിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്തെങ്കിലും തരത്തിലുള്ള ബഹുമതികൾ, സ്ഥാനക്കയറ്റങ്ങൾ, ആനുകൂല്യങ്ങൾ മുതലായവയും പ്രശസ്തി, പണം, വാഹനം മുതലായവ ലഭിക്കുവാനും സാധ്യതയുണ്ട്. വീട്, വാഹനം മുതലായവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യവും സന്ദർഭവുമാണ് ജൂലൈ മാസത്തിൽ ഉണ്ടാവുക. മുൻ പറഞ്ഞിട്ടുള്ള ദിവസങ്ങളൊഴിച്ച് ബാക്കി ദിവസങ്ങളൊക്കെ പലതരം കാര്യങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള ദിവസങ്ങളാണ്. പലതരം നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നുചേരും. പരീക്ഷകളിൽ വിജയിക്കുക, ഇന്റർവ്യൂകളിൽ വിജയിക്കുക മുതലായവയും ജോലി സംബന്ധമായ ഉയർച്ചയും മറ്റും ഉണ്ടാകുന്നതാണ്. മനസ്വസ്ഥത അല്പം കുറയുമെങ്കിലും ചുമതലകൾ വർദ്ധിക്കുകയും ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങൾ മുതലായവ ലഭിക്കുകയും ചെയ്യും. വിവാഹ കാര്യങ്ങളിലും മറ്റും തീരുമാനമാകുന്നതാണ്. അശ്രദ്ധ മൂലം വസ്തു സംബന്ധമായിട്ടുള്ള
ചില കേസ് വഴക്കുകളിൽ അകപ്പെടാൻ സാധ്യതയുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാതെയുള്ള നിങ്ങളുടെ അത്യധ്വാനം ചിലപ്പോൾ അസുഖങ്ങളിലേക്ക് ഇടയ്ക്കിടെ തള്ളിവിടുന്നതാണ്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമാണ്. ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഞായറാഴ്ച ദിവസങ്ങളിലോ ശനിയാഴ്ച ദിവസങ്ങളിലോ ശിവങ്കൽ ശ്രീരുദ്ര മന്ത്രത്താൽ അഭിഷേകം നടത്തുക. ശ്രീരുദ്ര മന്ത്രജപവും ശിവസഹസ്രനാമ ജപവും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. സർപ്പത്തിങ്കൽ മാസം തോറുമുള്ള വഴിപാട്